Namaskaram, football fans. Welcome back to Football is Live. This is SK Real Madrid. അല്ലെങ്കിൽ Real Madrid. ശരിക്കും പറഞ്ഞാൽ Real Madrid അല്ല, സോറി. Bayern Munich vs Real Madrid 2-2 ഡ്രോയിന്റെ മാച്ച് റിവ്യൂലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വാൻറ്റേജ് Real Madrid വേറൊന്നും കൊണ്ടൊന്നുമല്ല. എവേയില് ഡ്രോ, നെക്സ്റ്റ് ഗെയിം ഹോം, ഡെഫിനറ്റ്ലി ദി അഡ്വാൻറ്റേജസ് ഫോർ Real Madrid. ചാമ്പ്യൻസ് ലീഗ് പെഡിഗ്രി ഉള്ള ഒരു ടീമാണ്, അത് അങ്ങനെ കളിക്കുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. തോമസ് ടൂക്കൽ സെറ്റപ്പ് ദ ടീം എക്സ്ട്രീംലി വെൽ. ഇൻഫാക്ട് ആദ്യ പകുതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റിൽ ആദ്യത്തെ 50 സെക്കൻഡിനുള്ളിൽ സാനയ്ക്ക് ഒരു വളരെ മനോഹരമായിട്ടൊരു 1-on-1 ഓപ്പർച്യൂണിറ്റി കിട്ടുകയുണ്ടായിരുന്നു. മേ ബി ദറ്റ് ആംഗിൾ വാസ് എ ലിറ്റിൽ ടൈറ്റ്, പക്ഷെ എന്നാലും സാനെ കുഡ് ഹാവ് ഡൺ ബെറ്റർ, അല്ലെങ്കിൽ കുഡ് ഹാവ് ഡൺ എ കട്ട് ബാക്ക്. അതൊരു മനോഹരമായ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് സംബന്ധിച്ച് ബയൺ മ്യൂണിക് അവിടെ തന്നെ ഒരു ലീഡ് എടുക്കണമായിരുന്നു. ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി. പിന്നീട് ഒന്ന് രണ്ട് റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് രണ്ട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ലൂണിനെ അങ്ങനെ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ സത്യം പറഞ്ഞ ബയൺ മ്യൂണിക് ടെസ്റ്റ് ചെയ്തില്ല. ബട്ട് യെസ്, ഇറ്റ് വാസ് റിയലി ക്ലോസ്. ദ പ്രഷർ വാസ് ഹൈ. പക്ഷെ പിന്നീട് റയൽ മാഡ്രിഡ് തിരിച്ചു കയറിയത് വളരെ രസമാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് എ ക്ലാസിക് മിസ്റ്റേക്ക് ബൈ നമ്മുടെ കിം. ആൻഡ് കിമ്മിന്റെ ശരിക്കും പറഞ്ഞ മിസ്റ്റേക്ക് തന്നെയാണ് 2 ഗോളും കൺസീഡ് ചെയ്യുന്നത്. അതായത് ഞാൻ ആ സീക്വൻസ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ മറ്റേ ഫോൾസ് നയൻ റോളിൽ നിന്ന് ഉള്ളിലേക്ക് ഓടി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിം വിനീഷ്യസ് ജൂനിയറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ പോയി, മച്ചാനെ ഒടുക്കത്തെ ഗ്യാപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബോൾ കിട്ടിയത് ആരുടെ ഇതിലെ കാലിലാണ്? ടോണി ക്രൂസിന്റെ. ടോണി ക്രൂസ് അതും ബ്യൂട്ടിഫുൾ ഒരു ത്രൂ ബോൾ. നൗ ഇവിടെ ആ ഒരു ത്രൂ ബോൾ നോയർ ബീങ് നോയർ അത് റീഡ് ചെയ്യണമായിരുന്നു. കാരണം വേറെ ഒരു ചാൻസ് ഇല്ല അവിടെ ടോണി ക്രൂസിന്. ഒരു പക്ഷെ അതൊരു ലോബ് ചെയ്തിട്ട് നേരെ ഗോളിലേക്ക് ഇറക്കിയ ചാൻസ് ഇല്ല. ആൻഡ് ഇൻഫാക്ട് ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് നോയർ ഷുഡ് ഹാവ് അറ്റാക്ട് ഏർലി. പിന്നെ എറിക് ഡയർ കുറച്ചും കൂടെ റൈറ്റിലേക്ക് ആയിപ്പോയി. എറിക് ഡയർ അത് കാണുന്നുണ്ട്. എറിക് ഡയറിന് ഒരു പക്ഷേ അത് ആ ഗ്യാപ്പും ക്ലോസ് ചെയ്യായിരുന്നു. സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വാസ് അറ്റ് പ്ലേ. കിം അത്രയും അഗ്രസീവായിട്ട് പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ നോയറിന് ആ ബോൾ അറ്റാക്ക് ചെയ്യായിരുന്നു. എറിക് ഡയറിന് അത്രയും വൈഡാണ്. കാരണം അങ്ങനെ ഒരു ഗ്യാപ്പ് തന്റെ ഒരു ഡിഫൻഡർ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് താൻ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. യെസ്, ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെയും ഇതിനെ ഒരു ത്രൂ ബോൾ സ്പേസ് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. അതോടെ വിനീഷ്യസ് ജൂനിയർ വാസ് എ ക്ലീൻ ഫിനിഷ്, 1-0. അതിനുശേഷം റയൽ മാഡ്രിഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബയൺ മ്യൂണിക് അങ്ങനെ ഹൈ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആദ്യ പകുതിയിൽ കളി നേരത്തെ ബയൺ മ്യൂണിക് 1 ഡൗൺ ആയതിന്റെ പേരിലുണ്ടായിരുന്ന ഹൈ പ്രഷറും അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് 2 ടീമുകളും ഒരു മിഡ് ടു ലോ ബ്ലോക്ക് കളിക്കാൻ വളരെ താല്പര്യമായിരുന്നു. മറ്റേ ടീമിന്റെ കയ്യിലാണെങ്കിൽ ബോൾ എങ്കിൽ മിഡ് ടു ലോ ബ്ലോക്ക്. അപ്പൊ അതായിരുന്നു ആ ഒരു ഫോർമാറ്റിലായിരുന്നു ശരിക്കും പറഞ്ഞ ആദ്യ പകുതി കഴിഞ്ഞത്. രണ്ടാം പകുതി തുടങ്ങി. ടൂക്കൽ ഒരു ചെറിയ ടാക്ടിക്കൽ സ്വിച്ച്, സാനേനെയും മ്യൂസിയാലേനെയും 2 വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തു. ദാറ്റ്സ് വൺ തിങ്. സാനെ സ്കോർസ് എ ഗോൾ. ആൻഡ് അതോടെ 1-1 ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ച്. പിന്നെ വീണ്ടും ബയൺ മ്യൂണിക് പതുക്കെ കളിയിലേക്ക് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ബോൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു, മോർ പൊസിഷൻ എടുക്കാൻ തുടങ്ങുന്നു. ആൻഡ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ജമാൽ മ്യൂസിയാല ഡസ് എ പെനിട്രേറ്റീവ് റൺ ടു ദ പെനൽറ്റി ബോക്സ്. അത് വളരെ ഒരു ലേസി ആയിട്ടൊരു പെനൽറ്റി ബോക്സിൽ ഇങ്ങനെ ഒരു ഫൗൾ ആയിരുന്നു. നമ്മുടെ ലേസി ലെഗ് എന്ന് വേണമെങ്കിൽ പറയാം ഓൺ മ്യൂസിയാല. അതോടെ പെനൽറ്റി ടു ബയൺ മ്യൂണിക്. ഹാരി കെയ്ൻ കൂൾ കാം ഫിനിഷ്. 2-1. ബയൺ മ്യൂണിക് ഗെയിം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡില് നേരെ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ. ഇവിടെയും വീണ്ടും കിമ്മിന്റെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം. ഇതും സെയിം തന്നെ. കിം എനിക്ക് തോന്നുന്നു ഞാൻ കിമ്മിൻ ജെ ഈ പറയുന്ന പോലെ വിനീഷ്യസ് ജൂനിയർ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റേ ഓവർടേക്ക് അല്ല ഓവർടേക്ക് തന്നെ പറയാം. അതായത് അനാവശ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ വലിച്ചിടുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ക്ലിയർ. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മാൻ ആയിരുന്നില്ല, എന്നെങ്കിൽ ഒരു റെഡ് കാർഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആയേനെ. അത് ഫൗൾ ചെയ്യുന്നു. അതോടെ തന്നെ റിയൽ മാഡ്രിഡിന് പെനൽറ്റി കിട്ടുന്നു. വിനീഷ്യസ് ജൂനിയർ അനദർ കൂൾ ആൻഡ് കാം ഫിനിഷ്. 2-2 ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ലെഗ് 2 ടീമുകളുടെയും വെച്ച് നോക്കാൻ നേരത്ത് ഒരു ഡ്രോയിലായിട്ട് അവസാനിക്കുന്നു. പ്രെറ്റി എക്സൈറ്റിംഗ് മാച്ച് എന്ന് പറയാനായിട്ടില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഡീസന്റ് മാച്ച്. അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ഫുട്ബോൾ ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടീമുകളും മറ്റേ ടീമിന് ഓപ്പോസിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലോ ബ്ലോക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിഡ് ടു ലോ ബ്ലോക്ക് കളിക്കാൻ വേണ്ടി തയ്യാറായിരിക്കായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് 2 ടീമുകളെയും ട്രാൻസിഷൻ അറ്റാക്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമത്തിലായിരുന്നു. ഗനാബ്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. തോമസ് മുള്ളർ ഹാഡ് എൻ എക്സലന്റ് ഗെയിം. മ്യൂസിയാല ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. അൺഫോർച്ചുനേറ്റ്ലി ജൂഡ് ബെല്ലിംഗമിന് സത്യം പറഞ്ഞ കാര്യമായിട്ട് തിറങ്ങാനുണ്ടായിരുന്നില്ല. വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന്റെ ബെസ്റ്റ് പ്ലെയർ വിത്ത് 2 goals. വൽവെർദെ ഹാഡ് എൻ ഓക്കെ ഗെയിം. അപ്പോ ഐ തിങ്ക് ടോണി ക്രൂസ് ഹാഡ് എ റിയലി ഗുഡ് ഗെയിം എന്നെ സംബന്ധിച്ച്.
ഒരുപാട് അങ്ങനെ രണ്ട് ടീമുകളെയും ടെസ്റ്റ് ചെയ്തല്ല. എന്നാലും ഒരു ചെസ് കളി പോലെ ആരാണ് ആദ്യം മിസ്റ്റേക്ക് ചെയ്യാൻ പോണെന്നുള്ളത്. ആൻഡ് മിസ്റ്റേക്കിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞ റിയൽ മാഡ്രിഡ് ക്യാപിറ്റലൈസ് ചെയ്തത്. ബയൺ മ്യൂണിക്കിന് ഈ ഒരു അവസരം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ഗെയിം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു ഫ്രീ കിക്ക് കിട്ടി ഹാരി കെയിന് ക്ലോസ്. അതൊരു പക്ഷേ യെസ് അതില് ഓവർലി നമുക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ വാസ് ദർ എനി ക്ലിയർ കട്ട് ചാൻസസ് ഫോർ ബോത്ത് ദ ടീംസ്? എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ബട്ട് അഡ്വാൻറ്റേജ് എങ്ങനെ നോക്കിയാലും ഇറ്റ്സ് ഫോർ റിയൽ മാഡ്രിഡ്. കാരണം യു ഗോയിങ് ടു സാന്റിയാഗോ ബർണബാവു, കളി ഡ്രോ ആണ്. ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും, അല്ലെങ്കിൽ ഒരു 1-0 ഡൗൺ ആണെങ്കിൽ തന്നെയും ഇൻ ഹോം ഗെയിം ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് എൻവയോൺമെന്റ് ഫോർ റിയൽ മാഡ്രിഡ്. ബയൺ മ്യൂണിക്കിന് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരം ബയൺ മ്യൂണിക്ക് കൊണ്ടേ കളഞ്ഞു. അതിൽ തോമസ് ടൂക്കലിന് ഒരുപാട് കുറ്റം പറയാനില്ല. സെറ്റപ്പ് ദ ടീം വെൽ. കിം മിൻ ജെയിന്റെ ഒരു ഡിഫൻസീവ് അവയർനെസ്സും വീക്ക്നെസ്സും കാരണം ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻക്ലൂഡിങ് ഞാൻ നേരത്തെ ആദ്യത്തെ ഗോളിനെ പറഞ്ഞ പോലെ. എനിവേ, എന്റെ നിഗമനം തെറ്റാവാം, ശരിയാവാം. നിങ്ങളുടെ തോട്ട്സ് അപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ്. എസ്കെ ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.